വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണമുണ്ടായെന്ന് ഇസ്രയേൽ. എന്നാൽ ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വെടിനിർത്തൽ സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കെയ്റ്റ്സ് വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി ഫോണിൽ സംസാരിച്ചു. അഭിലാഷ് രാധാകൃഷ്ണനാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണല്ലോ നമ്മളെല്ലാം കരുതിയിരുന്നത്. രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലെത്തി എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. എന്താണ് പിന്നീട് സംഭവിച്ചത്? അശ്വതി, കഴിഞ്ഞ 12 ദിവസങ്ങൾ നീണ്ട സംഘർഷം, കനത്ത സംഘർഷം ഇന്ന് അതിൽ ഒരു താൽക്കാലികമായെങ്കിലും ഒരു സമാപ്തി ഉണ്ടായെന്ന് വിശ്വസിച്ചിരുന്ന ലോക നേതാക്കളെല്ലാം ആശ്വസിച്ചിരുന്ന ഒരു നടപടി വന്നതിന് മണിക്കൂറുകൾക്കകമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു ആരോപണം വരുന്നത്. അതായത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാനിൽ നിന്ന് മിസൈലുകൾ നോർത്തേൺ ഇസ്രായേൽ കേന്ദ്രമാക്കി പാഞ്ഞെന്നും അതിനെ 2 മിസൈലുകളെ ഇസ്രായേൽ തടുത്തുവെന്നുമാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് ഈ കാര്യം പുറത്തുവിട്ടത്. അതിനുശേഷം തന്നെ ഇസ്രായേൽ കാറ്റ്സ് പറയുന്നുണ്ട്, വരും മണിക്കൂറുകളിൽ ഇതിന് തിരിച്ചടി നൽകും. ഇറാന്റെ തെഹ്റാനിൽ കനത്ത ആക്രമണം തന്നെ നടത്തുമെന്നുള്ള കാര്യമാണ് ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ബെന്യാമിൻ നെതന്യാഹുവും ചേർന്ന് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുകയും ആ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചിട്ട് ഉടൻ തന്നെ ആ വെടിനിർത്തൽ കരാർ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇസ്രായേലിലേക്ക് ഒരു റോക്കറ്റ് ആക്രമണം, മിസൈൽ ആക്രമണം നടത്താൻ തുനിഞ്ഞെങ്കിൽ അത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കനത്ത ശിക്ഷ ഇറാന് നൽകുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. അതേസമയം ഇറാൻ പറയുന്നത് അത്തരത്തിലൊരു ആക്രമണം തങ്ങൾ നടത്തിയിട്ടില്ല. തങ്ങളുടെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഒരു തരത്തിലുള്ള ആക്രമണവും ഇസ്രായേലിലേക്ക് പോയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിൽ അത് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ മനഃപൂർവ്വം പറയുന്നതാണെന്നും ഒരു തരത്തിലും ഇസ്രായേലിനെ തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും ഏത് തരത്തിലെങ്കിലും ഒരു ആക്രമണം ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് ഉണ്ടായാൽ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്, വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ഏത് നിമിഷവും വെടിനിർത്തൽ കരാർ വലിച്ചു കീറിക്കളഞ്ഞുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും പഴയതുപോലെ ആക്രമണത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. അതേസമയം തന്നെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ ലോക നേതാക്കളെല്ലാം അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിൽ വന്നിരുന്നു. ഫ്രാൻസ്, സൗദി അറേബ്യ, ഖത്തർ, റഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം വെടിനിർത്തൽ കരാർ അംഗീകരിച്ച ഇരു രാജ്യങ്ങളെ അഭിനന്ദിച്ചു. അതിന് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ കൊണ്ടുവരാൻ ശ്രമിച്ച അമേരിക്കയെ പിന്തുണച്ച് രംഗത്തെത്തി. അങ്ങനെ വലിയ രീതിയിലുള്ള, അതേപോലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി അവർ പറയുന്നുണ്ട്, അതായത് ഇറാൻ ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്ന ഈ സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കടക്കാൻ, അതും വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് തന്നെ അതിൽ നിന്ന് പിൻവലിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത്. അതേസമയം ഖത്തർ ഇറാൻ അംബാസഡറെ വിളിപ്പിച്ചു. ഇന്നലെ രാത്രി നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് ഇറാന്റെ അംബാസഡറെ വിളിച്ചു വരുത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ അംബാസഡറെ വിളിച്ചു വരുന്ന സാഹചര്യത്തിലാണ്, ഖത്തറുമായുള്ള ഒരു സംസാരം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ഉണ്ടായെന്നുള്ള ഇസ്രായേൽ ആരോപിക്കുന്നത്. 2 മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവെന്നും നോർത്തേൺ ഇസ്രായേലിൽ സൈറൺ മുഴക്കിയെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇങ്ങനെ ഈ വിവരം ഇസ്രായേൽ ആരോപിച്ചതുപോലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി എന്തായാലും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ വെടിനിർത്തലിലേക്ക് പോയ കാര്യങ്ങൾ കൂടുതൽ സംഘർഷത്തിലേക്ക് പോവുകയും അതൊരു പക്ഷേ ഇറാന് തിരിച്ചടിയാവാനുള്ള ഒരു സാധ്യതയുമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്.